കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയുന്ന ഒരു വാർത്തയാണ് ഗവർണറും SFI പ്രവർത്തകരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. പട്ടത്തും അതുപോലെ തിരുവനന്തപുരത്തിന്റെ മറ്റ് പ്രധാന മേഖലകളിലൊക്കെ വെച്ച് SFIക്കാർ ഗവർണറുടെ കാർ തടയുന്നു, കാറിന്റെ ചില്ലിലിടിക്കുന്നു. ഗവർണർ പുറത്തിറങ്ങി നിന്ന മാധ്യമങ്ങളെ കണ്ട SFIക്കാർക്കെതിരെയും SFIക്കാർ ക്രിമിനൽസ് ആണെന്നും ഈ ക്രിമിനൽസിന് ഒത്താശ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അടക്കമുള്ള വിമർശനങ്ങൾ നടത്തുന്നു. അതിനെ തുടർന്ന് SFIക്കാർ ഇനി ഗവർണറെ കേരളത്തിലെ ഒരു സർവകലാശാലകളിലും കയറാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരു താക്കീത് SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി ഗവർണർ തീരുമാനമെടുക്കുന്നു. അന്നേ ദിവസം കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തീരുമാനിച്ച ഗവർണർ കോഴിക്കോട് നിന്ന് SFIയുടെ വെല്ലുവിളിയെ എതിർക്കുവാൻ വേണ്ടി കോഴിക്കോട് നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റുന്നു. ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളടക്കം എല്ലാവരും അമ്പരപ്പോടുകൂടി കാത്തിരുന്നു. ഗവർണർ സർവകലാശാലയ്ക്കുള്ളിൽ കയറുമോ അതോ SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം കാണിച്ച് ഗവർണറെ സർവകലാശാലയുടെ ഗേറ്റിന് മുമ്പിൽ തടയുമോ എന്ന്. ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ മുമ്പിൽ 300ഓളം അംഗരക്ഷകരായിരുന്നു. പിന്നീട് അത് മാറ്റി 800 പേരെയാക്കി. കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന വഴി ബാരിക്കേഡുകൾ വെച്ച് മറച്ചു. സർവകലാശാലയുടെ മുമ്പിൽ തടിച്ചുകൂടിയ ആളുകളെ അടിച്ചോടിച്ചു. പക്ഷേ SFI പ്രവർത്തകർ തേഞ്ഞിപ്പാലത്തിലെ ദേശീയപാതയിലൂടെ കടന്നു വരുന്നു. പോലീസുകാർ അവരെ മർദ്ദിക്കുന്നു. അവർ അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. തുടർന്ന് ഗവർണർ മാധ്യമങ്ങളെ കാണുന്നു. വളരെ രൂക്ഷമായി കേരളത്തിലെ മുഖ്യമന്ത്രിയെയും SFI പ്രവർത്തകരെ ക്രിമിനൽസ് എന്ന് വീണ്ടും വിളിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങളെ അദ്ദേഹം നേരിട്ട് കണ്ടത്. ഗവർണർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വഴിമധ്യേ ഒന്നും ഒരു SFIക്കാരനെയും കണ്ടില്ല, ആരും എന്റെ കാറിന്റെ മുമ്പിലേക്ക് വന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഗവർണർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ കാറിന്റെ മുമ്പിലേക്ക് ആരെങ്കിലും വരികയോ എന്റെ കാറിന്റെ ചില്ല് തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ കാർ വിട്ട് പുറത്തിറങ്ങുകയും അവരെ നേരിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഒരു SFIക്കാരനെയും എന്റെ കാറിന് മുമ്പിലേക്ക് കണ്ടില്ല. ആകെ കേട്ടത് അവരുടെ മുദ്രാവാക്യത്തിന്റെ ശബ്ദം മാത്രമാണ്. ഏതെങ്കിലും ഒരു SFIക്കാരൻ എന്റെ കാറിന്റെ മുമ്പിലേക്ക് വന്നിരുന്നുവെങ്കിൽ, എന്റെ കാറിന്റെ ചില്ലിലേക്ക് അടിച്ചിരുന്നുവെങ്കിൽ ഞാൻ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമായിരുന്നു. കാരണം അവർക്ക് വേണമെങ്കിൽ എന്നെ തല്ലാം, അവർക്ക് സർക്കാരിന്റെ മുതലായ കാറ് തല്ലി തകർക്കുവാൻ യാതൊരു അധികാരവുമില്ല എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. SFI പ്രവർത്തകർ കാണിച്ച എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ CM ആണ്, പിണറായി വിജയനാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. കേരളത്തിലെ ക്രിമിനൽസായ SFI പ്രവർത്തകർക്ക് എല്ലാ ഒത്താശയും നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയുകയാണ് ഗവർണർ. എന്തിനാണ് മുഖ്യമന്ത്രി SFIക്കാരെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വാർത്ത സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ മുകളിലുള്ള മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ, അല്ലെങ്കിൽ നവകേരള സദസ്സിലടക്കം മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആരോപണങ്ങളെ തേച്ചുമാച്ച് കളയാൻ, അല്ലെങ്കിൽ അഴിമതികളെ തേച്ചുമാച്ച് കളയാൻ, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ് തന്നെ യൂണിവേഴ്സിറ്റിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFI പ്രവർത്തകരെ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ഈ ആരോപണത്തിന്റെയും ആക്രോശത്തിന്റെയും ഒക്കെ കാരണമെന്ന് ഗവർണർ പറയുന്നു. അദ്ദേഹം പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ നാട്ടിലെ 70 ലക്ഷത്തോളം ആളുകൾ ശമ്പളവും പെൻഷനും വാങ്ങുന്നു. പക്ഷേ അവർക്കൊന്നും പെൻഷനും ശമ്പളവും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല. ഈ നാട്ടിലെ സർക്കാർ കടമെടുക്കുന്നു. പക്ഷെ ആ കടം കൊണ്ട് അവർക്കൊന്നും ഗുണമുണ്ടാവുന്നില്ല. പക്ഷേ മന്ത്രിമാരുടെയും MLAമാരുടെയും PAമാർക്ക് 2 വർഷം മാത്രം അവരെ സേവിച്ചിരുന്ന അവർക്കെല്ലാം കൃത്യമായ സമയത്ത് കൃത്യമായി ശമ്പളം ലഭിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരൻ, ഈ നാട്ടിലെ സർക്കാരിന് വേണ്ടി പണിയെടുത്തവന് പെൻഷനോ ശമ്പളമോ ലഭിക്കുന്നില്ല. അത്രയ്ക്ക് ഗതികെട്ടൊരു സർക്കാരാണ് ഈ കേരള സർക്കാർ. അത്രയ്ക്ക് ധൂർത്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഗവർണർ പറയാതെ പറയുകയാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഗവർണർ പറയുന്നത് ഇങ്ങനെയാണ്: ഹൂ ആർ ദേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ആരെ നോമിനേറ്റ് ചെയ്തു, എന്തിനു നോമിനേറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ അധികാരം SFIക്കാർക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കില്ല, ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്കുമില്ല, ഒരു മന്ത്രിക്കുമില്ല. ഞാൻ ആകെ മറുപടി കൊടുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന് മാത്രമാണ്. അല്ലാതെ ആർക്കും എന്നോട് ചോദിക്കുവാനോ ഞാൻ അവർക്ക് പറയണമെന്നോ യാതൊരു നിർബന്ധവുമില്ല എന്നാണ് ഗവർണർ പറയുന്നത്. എങ്ങനെയാണ് ഈ SFIക്കാർ എന്റെ ലിസ്റ്റിനെ പറ്റി അറിയുന്നത്? എങ്ങനെയാണ് താൻ നോമിനേറ്റ് ചെയ്ത ആളുകളെ പറ്റി ഈ ഇടതുപക്ഷക്കാർ അറിയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. CM ചോദിക്കൊടുത്തത് തന്നെ അല്ലേ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തധികാരമാണ് തന്നെ ചോദ്യം ചെയ്യാൻ എന്നത് വളരെ പ്രസക്തമായി അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം. എന്തായാലും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ് ഗവർണർ. താൻ ആരെയും ഭയക്കുന്നില്ല, ഒരു SFIക്കാരനെയും ഭയക്കുന്നില്ല, ഒരു CPMകാരനെയും ഭയക്കുന്നില്ല, ഒരു ഇടതുപക്ഷക്കാരനെയും ഭയക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഗവർണർ.